നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 2015-2016 വർഷത്തെ പദ്ധതികൾക്ക് രൂപരേഖയായി. നഗരസഭാ വികസന സെമിനാർ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി AKTA-യുടെ പ്രതിഷേധം. AKTA പ്രവർത്തകർ ധർണാ സമരം നടത്തി. പൂടങ്കല്ല് ഓണിമലയിൽ തീപിടുത്തം. നൂറുകണക്കിന് മരങ്ങൾ കത്തിനശിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിന് കെട്ടിടമായി. കെട്ടിടോദ്ഘാടനം ഉത്സവലഹരിയിൽ നടന്നു. ചീമേനി തുറന്ന ജയിൽ തടവുകാർക്ക് കമ്പ്യൂട്ടർ പഠനം. സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലാണ് പഠനം തുടങ്ങിയത്. ഉത്തര കേരളത്തിൽ ഇനി പൂരോത്സവത്തിന്റെ നാളുകൾ. ക്ഷേത്രങ്ങളിൽ പൂരക്കളി പരിശീലനം തുടങ്ങി. പെരിയ കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം 13-ന് തുടങ്ങും. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 2015-2016 വർഷത്തെ പദ്ധതികൾക്ക് രൂപം നൽകി. നഗരസഭാ വികസന സെമിനാർ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന സെമിനാർ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്നു. 2015-16 വർഷത്തേക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ചു. സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാർച്ച് മാസം 6-ാം തീയതിയായി 2014-15 വർഷ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നടക്കുന്ന ഈ വികസന സെമിനാർ നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാന വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂടിയിരിക്കുന്നത്. 2010 നവംബർ 1-ന് ചുമതലയേറ്റതാണ് ഈ ഭരണസമിതി. അതിനുശേഷമുള്ള ഓരോ വർഷവും പലതരം വികസന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും 2014-15 വർഷ പദ്ധതി പ്രകാരം നമ്മൾ ഏകദേശം 400 ചില്ലറ പ്രൊജക്ടുകൾ നമ്മൾ തയ്യാറാക്കുകയും ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നൂറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശോഭ പദ്ധതി രേഖ അവതരിപ്പിച്ചു. DPC അംഗങ്ങളായ KB മുഹമ്മദ്, C. ശ്യാമള എന്നിവർ ക്ലാസ് എടുത്തു. നഗരസഭാ സെക്രട്ടറി സുബോധ് സ്വാഗതം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AKTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്താണ് സമരം നടന്നത്. തയ്യൽ തൊഴിലാളി നിയമം ഭേദഗതി വരുത്തുക, മിനിമം പെൻഷൻ 1000 രൂപയായി ഉയർത്തുക, ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ധർണാ സമരം AKTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. വളരെ സങ്കടം ഉണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണത്. കാരണം സാധാരണ കൊടുക്കുന്ന ആഫീസിനായിട്ട് ഈ പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തത് അതൊക്കെ എന്തോ നിയമനിർമ്മാണത്തിന്റെ ഭാഗം എന്തോ ആയിക്കോട്ടെ, അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളും ഇപ്പം ബാങ്കിൽ വഴിയാണ്. അപ്പോൾ ബാങ്കിൽ വന്നിട്ടുണ്ട് പെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വയസ്സായ ആളുകൾ ചുറ്റും ഈ ബാങ്കിൽ കയറുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് അർത്ഥം. അത് കൊടുക്കാൻ ആവശ്യമായിട്ട് സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വളരെ നാമമാത്രമായ തുകയാണ് കൊടുക്കുന്നത്. അത് കൃത്യമായി കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയെടുക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ, വിവാഹമായാലും പ്രസവമായാലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ 2013 മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന്നും കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. AKTA ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞമ്പു അധ്യക്ഷനായി. CV അപ്പു, V. കുഞ്ഞിരാമൻ, P. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പൂടങ്കല്ല് ഓണിമലയിൽ വൻ തീപിടുത്തം. 2.5 ഏക്കർ സ്ഥലത്ത് വ്യാപക നാശം. പൂടങ്കല്ല് ഓണിമലയിൽ തീപടർന്ന് വ്യാപക നാശം. ഓണിമലയിൽ നാരായണന്റെ പറമ്പിലാണ് തീപിടുത്തം നടന്നത്. 2.5 ഏക്കർ സ്ഥലത്തെ മരങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. കുറ്റിക്കോലിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ പൂർണ്ണമായും അണക്കാനായില്ല. രാജപുരം പോലീസും സ്ഥലത്തെത്തി. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. 33 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. എൻഡോസൾഫാൻ സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വേലേശ്വരം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടോദ്ഘാടനം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രായമുള്ള കുട്ടികൾ, കണ്ണു കാണാൻ കഴിയാത്തവർ, കേൾക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, നമ്മുടെ സഹോദരിമാർ, അങ്ങനെ ഒട്ടേറെ ആളുകൾ
നേരിടുന്ന പ്രയാസം ചിലപ്പോൾ മറ്റൊരു ജില്ലക്കുണ്ടായിരിക്കും. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ ഒരേ സ്വരത്തിൽ ഇതിനെതിരെ ശബ്ദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ എൻഡോസൾഫാൻ നിരോധിക്കാൻ സാധിച്ചു. പക്ഷേ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അനുഭവിക്കുകയാണ്. അതിന് ചുറ്റുപാടിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് പെൻഷൻ നൽകുന്നുണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ജനവിഭാഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പഠിക്കാം. 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ ടി ശ്രീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ രമേശ് തങ്കിൾ, സബ് കളക്ടർ കെ ജീവൻ ബാബു, നബാർഡ് AGM ജ്യോതിഷ് ജഗന്നാഥ്, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ടി പത്മിനി, എം ലളിത, AEO കെ രവിവർമ്മൻ, പി ശിവാനന്ദൻ, എം പൊക്ലൻ, പി കാര്യമ്പു, കെ ബിന്ദു, എ ദാമോദരൻ, അഡ്വക്കേറ്റ് എം ഗംഗാധരൻ, KV സുകുമാരൻ, പി കൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ, KV ബാലകൃഷ്ണൻ, TV വിജയൻ, AK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ സ്വാഗതവും പി ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾക്കായി കമ്പ്യൂട്ടർ പഠന ക്ലാസുകൾ തുടങ്ങി. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലെ സാമൂഹ്യ സേവന വിഭാഗമാണ് പഠന ക്ലാസിന് നേതൃത്വമേകുന്നത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായാണ് കമ്പ്യൂട്ടർ പഠനം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലെ സാമൂഹ്യ സേവന വിഭാഗമാണ് കമ്പ്യൂട്ടർ പഠനത്തിന് നേതൃത്വമേകുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ 10 അന്തേവാസികളാണ് പങ്കെടുക്കുന്നത്. തടവുകാർക്കായി പഠന ക്ലാസുകൾ ലഭ്യമാക്കി അവർക്ക് ശിക്ഷാ കാലാവധിക്ക് ശേഷം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കമ്പ്യൂട്ടർ പഠന ക്ലാസ് നിത്യാനന്ദ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ PM മഹേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൻ്റെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾക്ക് അവരെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവർ പുറത്തേക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്വയം തൊഴിലിന് പര്യാപ്തമാക്കാനുള്ള സൗജന്യമായ തൊഴിൽ പരിശീലനം നൽകാൻ പോളിടെക്നിക്ക് ആഭിമുഖ്യം കാണിച്ചിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ജയിൽ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ വർഷം തന്നെ അത് ഒരു സ്വയം തൊഴിൽ പരിശീലനം നടത്തണമെന്നുള്ളത് കൊണ്ട് അവരുടെ 10 അന്തേവാസികൾ ഇവിടെ IRG സ്കീമിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കമ്പ്യൂട്ടർ പരിശീലനം നൽകുകയാണ്. 1 മാസത്തെ വിദഗ്ധമായ നല്ല ഒരു പരിശീലന പരിപാടിയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരായ സെബാസ്റ്റ്യൻ തോമസ്, NT രാജൻ, ചീമേനി ജയിലിലെ ഓഫീസർ ഹരിദാസൻ, അസിസ്റ്റന്റ് സൂപ്രണ്ട് സണ്ണി, ജോണി, ASI സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ സ്മിത, സോന എന്നിവർ ക്ലാസ് എടുത്തു. കോർഡിനേറ്റർ മാടായി കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. താജുൽ ഉലുമ നൂറുൽ ഉലുമ അനുസ്മരണവും സുന്നി സമ്മേളനവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിലാണ് സുന്നി സമ്മേളനം സംഘടിപ്പിച്ചത്. ആറങ്ങാടിയിൽ സംഘടിപ്പിച്ച താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണ സമ്മേളനത്തിൽ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വമേകി. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്നാണ് പറയുന്നത് കേട്ടോ, അവരുടെ ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് നിങ്ങൾ കളിക്കരുത് കേട്ടോ. മക്കളെ, ആ ഉമ്മാനവർ ശിക്ഷിച്ചു പോയി. ഉമ്മാന്റെ ജനാസ കബറിൽ വെച്ച് സമീപത്ത് മകൻ വന്നു. എന്താണ് ജനാസ കാണുകയാണ്. ശ്രദ്ധ കൊണ്ടൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഉമ്മാന്റെ കബറിലാവുകയും ആ കബറടക്കം ചെയ്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ പാസ്പോർട്ടിന്റെ മക്കളെ. പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി, സി അബ്ദുള്ള ഹാജി, CH ആലിക്കുട്ടി ഹാജി, മടിക്കെ അബ്ദുള്ള ഹാജി, അബ്ദുൾ റഹ്മാൻ, അഷറഫ് അലി എന്നിവർ സംസാരിച്ചു. SYS ആറങ്ങാടി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര സർവകലാശാലയിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർവകലാശാല ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. But we are proceeding to that Women's Day. Now, before coming to the message, I would like to tell you one thing. I want to join Dr. Matthew in facilitating the women in India. I joined my career in Meghalaya, and I can take you for a while to the culture in Meghalaya, where the women has got the highest status in the society. ഡോക്ടർ നൂർജഹാൻ, ഡോക്ടർ PM മാത്യു തുടങ്ങിയവരും സംസാരിച്ചു.
ഉത്തര കേരളത്തിൽ വീണ്ടും ഒരു പൂരക്കാലം കൂടി വന്നെത്തുന്നു. നാടെങ്ങും പൂരപ്പൂക്കൾ മിഴിതുറന്നു. പൂരക്കളി പണിക്കന്മാരെ ക്ഷേത്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുകൾക്ക് തുടക്കമായി. അർണോജ നേർമിഴി മനോഹരി യുർവശീ സമ്പൂർണാഭിരാമ ദേശസംഖ്യലിപിക്രമേണ പൂർണാഹരി പ്രതിതരാഗരസം തുറന്നാൽ വിണ്ണോർ പുരത്തിലതിനൊത്തിഹ പാടിയാടാം. പൂവിടലും പൂരക്കളിയും മറത്തുകളിയുമൊക്കെയായി ഉത്തര മലബാറിൽ വീണ്ടും ഒരു പൂരക്കാലം കൂടി വിരുന്നെത്തുന്നു. വസന്തോത്സവത്തിന്റെ വരവറിയിച്ച് നാടെങ്ങും പൂരപ്പൂക്കൾ മിഴി തുറന്നു. വേനൽ ചൂടിൽ നാട് വെന്തുരുകുമ്പോഴും പൂത്തും കായ്ച്ചുമെല്ലാം പ്രകൃതി കണിയൊരുക്കുന്ന കാലമാണ് പൂരക്കാലം. മീനമാസത്തിലെ പൂരം പൂക്കളുടെ കൂടി ഉത്സവമാണ്. ഗ്രാമ കന്യകമാർക്ക് കാമദേവ പൂജയ്ക്കായി പറിച്ചെടുക്കാൻ ഇത്തവണ സമൃദ്ധമായി തന്നെ പൂക്കളുണ്ട്. നരയൻ പൂക്കളാണ് പൂരപ്പൂക്കളിൽ പ്രധാനപ്പെട്ടത്. കാവുകളിലും പാതയോരത്തെ മരക്കൂട്ടങ്ങൾക്ക് മുകളിലുമെല്ലാം നാളുകൾക്ക് മുൻപേ തന്നെ പൂരവരവറിയിച്ച് നരയൻ പൂക്കളുടെ ചന്തം നിറഞ്ഞു കഴിഞ്ഞു. ചെമ്പകം, മുരിക്കിൻ പൂ, എരിക്കിൻ പൂ, അതിരാണിപ്പൂ തുടങ്ങിയവയാണ് മറ്റു പൂരപ്പൂക്കൾ. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 9 ദിവസമാണ് ഏറെ പൊലിമയോടെ പൂരാഘോഷം നടക്കുകയെങ്കിലും ഒരു മാസക്കാലം പൂരോത്സവം നടക്കുന്ന പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം, ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഉത്സവത്തിന് തുടക്കമായി. വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് രൈരമംഗലത്തെ ഒരു മാസക്കാലം നീളുന്ന പൂരോത്സവം. പൂരം അടുത്തെത്തിയതോടെ ഈ വർഷത്തേക്ക് നിശ്ചയിച്ചുറപ്പിച്ച പൂരക്കളി പണിക്കന്മാരെ ക്ഷേത്രത്തിലേക്കും കഴകങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങും ആരംഭിച്ചു. നല്ലത് പുലിക്കോട്ടും, കൊട്ട് നല്ലത് കുട്ടമത്ത് പഴയ വൈദ്യനുണ്ട്. അത് ഫലവത്താക്കുന്ന പ്രകടനങ്ങളാണ് ഇന്ന് തുടങ്ങി. പുലിക്കോട്ട് രേരമംഗലത്ത് പൂരം തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് വേങ്ങാക്കോട്ട് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്നൊരു ദിവസമാണ് ഇന്ന്. പണിക്കർ തമ്പാൻ പണിക്കരാണ്. പണിക്കരെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ വേങ്ങാക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് പൂരമാണ് നടത്തേണ്ടത്. അപ്പോൾ അവിടെയുള്ള സ്ഥാനികന്മാരോടുകൂടി ഇവിടെ വരും. പ്രത്യേക സമയത്ത് ദോഷമില്ലാത്തൊരു സമയത്ത് നമുക്ക് പുറപ്പെടും. പടിഞ്ഞാറ്റത്ത് ഗർഭഗൃഹത്തിൽ പണിക്കരവിടെ ഇരുന്നാൽ ഉമ്മാലും വളയൊക്കെ എടുത്തിട്ട് ഇരുന്നാൽ ബന്ധപ്പെട്ട സ്ഥാനികന്മാർ എരിയിച്ച് കൈയച്ച് അതിൻ്റെ വീട്ടുകാരൊക്കെ എരിയിരിക്കുന്നൊരു ഏർപ്പാട്. അതും കൂടി കഴിഞ്ഞാൽ പണിക്കാരവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായി പഠിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ എൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തികളൊക്കെ തന്നെ ബഹുമാനിക്കുന്ന സമ്പ്രദായത്തിനുണ്ട്. അതാണ് പ്രധാനമ്മ ചെയ്തത്. ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് പൂരപ്പന്തലിലുള്ള പൂരക്കളിക്കും തുടക്കമായി. പിലിക്കോട് MP തമ്പാൻ പണിക്കരാണ് ഇത്തവണ പിലിക്കോട് വേങ്ങാക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കളി പണിക്കാർ. ഇദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സദ്ഗുരുനാഥനാജ്ഞാതീർത്ഥേറ്റം വിജ്ഞാനമെന്നി പകർന്നു തന്ന വാക്കുകളെങ്ങും വിളങ്ങു മറ്റെന്റെ ഉൾക്കാമ്പിൽ നിത്യവും വാഴുകവേ. മുൻപാൽ വീളക്കുങ്ക നവതി വാഴുകവേ. മുൻപിനാൽ വെച്ചു വിളക്കും ഗണപതി കമ്പോടുകായ് കനി വെച്ചു പിന്നെ കുമ്പിട്ടു കൂക്കുമൻ കമ്പ. മാർച്ച് 24-നാണ് ഇത്തവണ കാർത്തിക. ഈ ദിനം മുതൽ പൂരക്കളി നാൾ വരെ ക്ഷേത്രങ്ങളിലും കഴകങ്ങളിലുമെല്ലാം വ്യത്യസ്തങ്ങളായ പൂരക്കാഴ്ചകൾ നിറയും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അതുല്യം സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനം നൽകി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇൻസ്ട്രക്ടർമാർക്കാണ് പരിശീലനം നൽകിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ അതുല്യം സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്ന ഇൻസ്പെക്ടർമാർക്ക് പരിശീലനം നൽകി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും
വായനയും അറിയാനും നാലാന്തരം പത്താന്തരം വരെയുള്ള തുല്യത നേടാനും കഴിയത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നിങ്ങൾ പകർന്നു കൊടുക്കുന്നത്. അതിന് ഇവിടെ രാഘവമാസം വിനോദമാസം ക്ലാസ് എടുക്കും. അതെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് നോട്ടെടുത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രേരക് മേരിക്കുട്ടി അബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗൗരി, ഹെബി മാത്യു എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ PN ബാബു, രാഘവൻ മാസ്റ്റർ, PP വിനോദ് മാസ്റ്റർ എന്നിവർ ക്ലാസ് എടുത്തു. UK സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കോപ്പ ക്രിക്കറ്റ് കാർണിവലിന് വർണ്ണാഭമായ തുടക്കം. 3 ദിവസങ്ങളിലായി കോപ്പയിലെ മദീന ഗ്രൗണ്ടിലാണ് കാർണിവൽ നടക്കുന്നത്. ഫ്ലവേഴ്സ് കോപ്പയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കോപ്പ പ്രീമിയർ ലീഗിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടിയാണ് അരങ്ങേറുന്നത്. പ്രീമിയർ ലീഗിന്റെ ഭാഗമായുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനറൽ കൺവീനർ വി അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. പുതിയടത്ത് അബ്ദുറഹ്മാൻ, അബീബ് ചെമ്പരിക്കാർ, VV പ്രഭാകരൻ, സുരേന്ദ്രൻ, അബ്ദു കോപ്പ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി കോപ്പ മദീന ഗ്രൗണ്ടിലാണ് ഫ്ലഡ് ലൈറ്റ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. വ്യത്യസ്ത ടീമുകളിലായിട്ട് നിരവധി കളിക്കാർ അണിനിരക്കും. സമാപന സമ്മേളനം PB അബ്ദുറസാഖ് MLA ഉദ്ഘാടനം ചെയ്യും. CPL ചാമ്പ്യൻസ് ട്രോഫി വിദ്യാനഗർ SI M ലക്ഷ്മണൻ വിതരണം ചെയ്യും. അധ്യാപനത്തിന്റെ 50 ആണ്ട് പൂർത്തിയാക്കുന്ന പ്രൊഫസർ ഹുസൈൻ ആഘോഷ പരിപാടിയുടെ ഭാഗമായി മീഡിയോ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. അധ്യാപനത്തിന്റെ 50 ആണ്ട് പൂർത്തിയാക്കുന്ന പ്രൊഫസർ ഹുസൈന്റെ ആഘോഷ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് സിറ്റി ടവറിലാണ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. പരിപാടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ NP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ, അധ്യാപകർ, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് 2 വിദൂര ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാൻ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില പഠനങ്ങൾ നടത്തിയതിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയ കാര്യം, പല സ്ഥലത്തും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച്, മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പല സർവേകളും പഠനങ്ങളും നടത്തി. ചടങ്ങിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരി സാറ അബുബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. VV പ്രഭാകരൻ, ഹാഷിം അരിയിൽ, AB ഷാഫി പവൽ, പ്രൊഫസർ ശ്രീനാഥ്, അബ്ദുറഹ്മാൻ ബട്ല, ആരിഫ് കാബിൽ, പ്രൊഫസർ CH അഹമ്മദ് ഹുസൈൻ, മുജീബ് അഹമ്മദ്, കുഞ്ഞമ്പു പൊതുവാൾ, ഡോക്ടർ ജലീൽ പെർള തുടങ്ങിയവർ സംസാരിച്ചു. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നു. കുവാറ്റിയിലെ കുടിവെള്ള പദ്ധതിയാണ് ജലം ചുരത്താതെ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2005-ലാണ് കുടിവെള്ള പദ്ധതി ഒരുക്കിയത്. ചാമക്കുഴി GUP സ്കൂളിൽ 2 കുഴൽക്കിണറുകളിൽ ഒന്നാണ് ഇതിനായി നീക്കിവെച്ചത്. ജലവിതരണത്തിന് പൈപ്പ് ലൈനും വലിച്ചെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഒരു തുള്ളി വെള്ളം പോലും ഇതുവഴി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ കുടിവെള്ള വിതരണത്തിനായി ഏർപ്പെടുത്തിയ സംവിധാനങ്ങളെല്ലാം നശിച്ചുപോകുമെന്ന സ്ഥിതിയിലാണ്. സർക്കാരിന്റെ കാശ് മുടക്കി കുഴൽക്കിണറും ടാങ്കും പൈപ്പ് ലൈനും ഒരുക്കിയ കുടിവെള്ള പദ്ധതിയാണ് നോക്കുകുത്തിയായത്. ഞാനൊക്കെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുവാറ്റി ഗവൺമെന്റ് UP സ്കൂളിന്റെ പരിസരത്ത് നിർമ്മിച്ച 2 കുഴൽക്കിണറുകളിൽ ഒന്ന് സ്കൂളിന് വേണ്ടി, മറ്റൊന്ന് അംഗൻവാടിക്ക് വേണ്ടിയുമാണ് നിർമ്മിച്ചത്. അംഗൻവാടി കെട്ടിടത്തിന് മുൻപിലായി നിർമ്മിച്ച കുഴൽക്കിണർ ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. വൈദ്യുതി കണക്ഷനും ഷെഡും നിർമ്മിച്ചതും അത് അടുത്ത ഒരു കാലവർഷത്തെ കെടുതിയിൽ അത് മറിഞ്ഞു വീഴുകയും എന്നാൽ അതിൻ്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴത് പ്രവർത്തനരഹിതമാണ്. ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിക്കാരോ ഗവൺമെൻറ്റോ ഇതിന് വേണ്ടുന്ന നടപടികളൊന്നും സ്വീകരിച്ച് കാണുന്നില്ല. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം റോഡ് ക്രോസ് ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിയും PWയും തമ്മിലുള്ള തർക്കമാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമായി നിൽക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ വേനലിലെങ്കിലും പദ്ധതി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശവും കളിയാട്ടവും 9-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവം 9-ന് തുടങ്ങും. 9-ന് രാവിലെ 6:30-ന് കന്നിക്കലവറ നിറയ്ക്കും. തുടർന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ പുറപ്പെടും. മാർച്ച് 11-ന് 101 നാളികേരത്താൽ മഹാഗണപതി ഹോമവും നടക്കും. രാവിലെ 9 മണിക്ക് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 7:30-ന് വർണ്ണശബളമായ തിരുമുൽ കാഴ്ച പുറപ്പെടും. മാർച്ച് 12-ന് കളിയാട്ടം നടക്കും.
കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KP സുധാകരൻ, P ദാമോദര പണിക്കർ, കുഞ്ഞിക്കണ്ണൻ നായർ, കൃഷ്ണൻ പനങ്കാവ്, കൊവ്വൽ ദാമോദരൻ, KV അശോകൻ, പേരൂർ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം മാർച്ച് 13 മുതൽ 18 വരെ നടക്കും. മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 13 രാവിലെ 9:30 മുതൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് 3 മണിക്ക് പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ നിന്നും വിളംബര ഘോഷയാത്ര പുറപ്പെടും. തുടർന്ന് തന്ത്രിവര്യന്മാർക്ക് സ്വീകരണം നൽകും. മാർച്ച് 18 ഉച്ചയ്ക്ക് 12:13 12:36 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ ക്രിയ നടക്കും. തുടർന്ന് കലശാഭിഷേകം, മഹാപൂജ, പ്രസാദ വിതരണവും എന്നിവയും ഉണ്ടാകും. ഉത്തര മലബാറിലെ തന്നെ ഗുരുവായൂർ എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം 1975 മുതൽ ജനകീയ കമ്മിറ്റി ഏറ്റെടുത്താണ് നടത്തി വരാറ്. ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുന്നതിനും അതിനു മുമ്പും എല്ലാ 12 വർഷവും അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം നടക്കാറുണ്ട്. ഇതും 12ാം വർഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശമാണ്. 13 മുതൽ 18 വരെ നടക്കുന്ന കലശ മഹോത്സവത്തിൽ ആദ്യ ദിവസം മാർച്ച് 13 രാവിലെ 9:30 വിവിധ പ്രാദേശിക കമ്മിറ്റികൾ, ഈ ക്ഷേത്ര പരിധിയിൽ 10 പ്രാദേശിക കമ്മിറ്റികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു വരുന്നത്. ഉത്സവ ദിവസങ്ങളിലെല്ലാം അന്നദാനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ M കരുണാകരൻ നായർ, M ജനാർദ്ദനൻ, പ്രമോദ് പെരിയ, സുരേഷ് ബാബു, കൃഷ്ണൻ മൊട്ടമ്മൽ, V കണ്ണൻ പെരിയ, M നാരായണൻ എന്നിവർ സംബന്ധിച്ചു. രാവണീശ്വരം കോതോളുങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവാലയ പുനഃപ്രതിഷ്ഠാ കലശവും പൂരോത്സവവും തുടങ്ങി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവാലയ പുനഃപ്രതിഷ്ഠാ കലശ പൂരോത്സവത്തിന് തുടക്കമായി. മാക്കി വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു. മാർച്ച് 7 രാവിലെ മഹാഗണപതി ഹോമം നടക്കും. ഉച്ചയ്ക്ക് 12:45 പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അന്നദാനവും നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 2015-2016 വർഷത്തെ പദ്ധതികൾക്ക് രൂപരേഖയായി. നഗരസഭാ വികസന സെമിനാർ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി AKTAയുടെ പ്രതിഷേധം. AKTA പ്രവർത്തകർ ധർണാ സമരം നടത്തി. പൂടങ്കല്ല് ഓണിമലയിൽ തീപിടുത്തം. നൂറുകണക്കിന് മരങ്ങൾ കത്തിനശിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിന് കെട്ടിടമായി. കെട്ടിടോദ്ഘാടനം ഉത്സവലഹരിയിൽ നടന്നു. ചീമേനി തുറന്ന ജയിൽ തടവുകാർക്ക് കമ്പ്യൂട്ടർ പഠനം. സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലാണ് പഠനം തുടങ്ങിയത്. ഉത്തര കേരളത്തിൽ ഇനി പൂരോത്സവത്തിന്റെ നാളുകൾ. ക്ഷേത്രങ്ങളിൽ പൂരക്കളി പരിശീലനം തുടങ്ങി. പെരിയ കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം 13 തുടങ്ങും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.